സോ ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ത്രെഡ് സിങ്ക്രണൈസേഷൻ. അതായത് നമ്മൾ ഇതുവരെ പറഞ്ഞത് മൾട്ടിപ്പിൾ ത്രെഡ്സിനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതായിരുന്നു. അതായത് ഒന്നിൽ കൂടുതൽ ത്രെഡ്സ് ഒരേ സമയം കൺകറൻ്റ്ലി പെർഫോം ചെയ്യുമ്പം ഉണ്ടാവുന്ന ഒരു ഇതാണ് എന്ത് മൾട്ടി ത്രെഡ് എന്ന് പറയുന്ന ഒരു അവസ്ഥ. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു റിസോഴ്സസിന് ഒരുപാട് ത്രെഡ്സ് യൂസ് ചെയ്യുമ്പോൾ, ഒരുപാട് ത്രെഡ്സിൻ്റെ കംപ്ലീഷന് വേണ്ടി നമ്മൾ ഒരു റിസോഴ്സിനെ തന്നെ യൂസ് ചെയ്യുന്ന ഒരു അവസ്ഥ വരുമ്പോൾ എന്തായാലും അവിടെ ഒരു കോൺഫ്ലിക്റ്റ് വരാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ത്രെഡിന് ആവശ്യമായിട്ടുള്ള റിസോഴ്സ് ആവശ്യമായിട്ടുള്ള ആ ഒരു ആപ്റ്റ് സമയത്ത് കിട്ടിയില്ല എന്ന് വരില്ല. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ വരുമ്പോൾ അവിടെ എന്തായാലും ഒരു സിങ്ക്രണൈസേഷൻ്റെ ആവശ്യമാണ്. ഓക്കെ, അതാണ് നമ്മുടെ ത്രെഡ് സിങ്ക്രണൈസേഷൻ എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഇതിനെ സിങ്ക്രണൈസ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് കൊടുക്കും. ഒരു ത്രെഡിന് മോണിറ്റർ എന്നാണ് ഒബ്ജക്റ്റിൻ്റെ പേര്. അപ്പം ആ ഒരു ത്രെഡിന് നമ്മൾ ഒരു ഒബ്ജക്റ്റ് കൊടുക്കും. എന്നിട്ട് അതൊരു ലോക്ക്ഡ് സ്റ്റേറ്റിലാവും. അതിനെയാണ് നമ്മൾ മ്യൂട്ടെക്സ്, ആ ഒരു ഒബ്ജക്റ്റിനെയാണ് നമ്മൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ലോക്ക് എന്നൊക്കെ പറയുന്നത്. അപ്പം ഒരു ത്രെഡിന് ഒരു മോണിറ്ററാണ് ഒരു സമയത്ത് ഉണ്ടായിരിക്കുക. അതായത് ഒരു ത്രെഡിന് ഒരു മോണിറ്റർ, വൺ ത്രെഡ് ക്യാൻ ഓൺ എ മോണിറ്റർ അറ്റ് എ ഗിവൺ ടൈം, ഒരു സമയത്ത്. അതായത് റിസോഴ്സസ് ഇവിടെ എൻഷുർ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസോഴ്സസ് അറ്റ് എ ടൈം ഒരു ത്രെഡ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മോണിറ്റർ എന്ന് പറയുന്ന ഒബ്ജക്റ്റിന് ഓരോരോ ത്രെഡിലേക്കും കൊടുക്കുന്നത്. ഓക്കെ, ആ ഒരു മോണിറ്ററിനെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു മോണിറ്ററിൽ നിന്ന് എക്സിറ്റ് ആവുന്നത് വരെ അയാൾക്ക് ആ ഒരു ത്രെഡിന് ആ റിസോഴ്സിനെ യൂസ് ചെയ്യാം. എക്സിറ്റ് ആയതിനു ശേഷം മാത്രമാണ് ബാക്കിയുള്ള ത്രെഡ്സിന് ആ റിസോഴ്സിനെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതാണ് അതിൻ്റെ ഒരു ലോജിക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എങ്ങനെയാണ് നമ്മളൊരു ജാവ സിങ്ക്രണൈസേഷൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇങ്ങനെയാണ് ജാവ സിങ്ക്രണൈസേഷൻ ചെയ്യുന്നത്. അതായത് ഇങ്ങനത്തെ നമ്മളുടെ മൾട്ടി ത്രെഡ്സ് ഈ ഒരു കൺസെപ്റ്റ് വരുമ്പോൾ, മൾട്ടി ത്രെഡിങ്ങിൽ വരുമ്പോൾ ഹൗ വി സിങ്ക്രണൈസ് ദി ജാവ പ്രോഗ്രാം അല്ലെങ്കിൽ ജാവ എന്ന് പറയുന്നത്. എങ്ങനെയാണ് സിങ്ക്രണൈസേഷൻ ചെയ്യുന്നത്? രണ്ട് രീതിയാണ്. ഒന്ന് സിങ്ക്രണൈസ്ഡ് മെത്തേഡ്, രണ്ടാമത് സിങ്ക്രണൈസ്ഡ് സ്റ്റേറ്റ്മെൻറ്റ്സ്. മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഫംഗ്ഷൻ ആണ്. അപ്പോൾ സിങ്ക്രണൈസ്ഡ് എന്ന് പറയുന്ന ഒരു കീവേഡോട് കൂടിയുള്ള ഒരു മെത്തേഡിനെ നമ്മൾ ജാവ പ്രോഗ്രാമിൽ യൂസ് ചെയ്യാം. ഓക്കെ, എന്താണ് അതിനൊരു സിൻടാക്സ് ഉണ്ടായിരിക്കും. മെത്തേഡ് അല്ല, അപ്പോൾ എന്തായാലും അതിനൊരു സിൻടാക്സ് ഉണ്ടായിരിക്കും. എന്താണ്, ഒരു ക്ലാസ്സിൻ്റെ ഉള്ളിൽ നമ്മളത് ഒരു ഫംഗ്ഷൻ എഴുതുന്നത് പോലെ തന്നെ എപ്പോഴും അത് ക്ലാസ്സിൻ്റെ ഉള്ളിൽ എൻക്ലോസ്ഡ് ആയിട്ടായിരിക്കണം നമ്മളുടെ മെത്തേഡുകൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സിങ്ക്രണൈസ്ഡ് എന്ന് പറയുന്ന ഒരു കീവേഡോട് കൂടി, കാരണം നമ്മൾ സിങ്ക്രണൈസേഷൻ ആണ് ചെയ്യുന്നത്, അപ്പോൾ സിങ്ക്രണൈസ്ഡ് എന്ന് പറയുന്ന ഒരു കീവേഡ് വേണം. എന്നിട്ട് സാധാ പോലത്തെ മെത്തേഡ്, ഡാറ്റ ടൈപ്പ്, മെത്തേഡിൻ്റെ പേര്, മെത്തേഡ് നെയിം, പാരാമീറ്റർ ലിസ്റ്റ്, പിന്നെ എന്താണോ സ്റ്റേറ്റ്മെൻറ്റ്സ് ടു ബി സിങ്ക്രണൈസ്ഡ്. അതായത് ഏത് ത്രെഡിനാണോ റിസോഴ്സ് അല്ലെങ്കിൽ ഏത് ത്രെഡാണോ സിങ്ക്രണൈസ്ഡ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റിൽ എത്തുന്നത്, ആ ഒരു സംഭവമാണ് സ്റ്റേറ്റ്മെൻറ്റ്സ് ടു ബി സിങ്ക്രണൈസ്ഡ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ മോണിറ്റർ കിട്ടിയ ത്രെഡുകളെ കുറിച്ചുള്ള കാര്യമാണ്, അല്ലെങ്കിൽ ആ ഒരു ത്രെഡ് അവിടെ ചെയ്യുന്നതാണ് സ്റ്റേറ്റ്മെൻറ്റ്സ് ടു ബി സിങ്ക്രണൈസ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ഥലത്ത് നമ്മളുടെ എഴുതാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള സിങ്ക്രണൈസ്ഡ് മെത്തേഡിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു നമ്മളൊരു എക്സാമ്പിൾ വൈസ് പറയാം. ഓക്കെ, അപ്പം എങ്ങനെയാണ് നമ്മൾ ഒരു ക്ലാസ്സിൻ്റെ ഉള്ളിലാണ് ഒരു മെത്തേഡ് ഉണ്ടായിരിക്കുക. അതേപോലെ തന്നെ നമ്മൾ ആദ്യം സിങ്ക്രണൈസ്ഡ് ചെയ്യപ്പെടേണ്ട ത്രെഡിനെയാണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ക്ലാസ് ഉണ്ട്, ഒരു ക്ലാസ്, അതിൻ്റെ നെയിമാണ് കോൾ മീ എന്ന് പറയുന്ന നെയിമിലുള്ള ഒരു ക്ലാസ്. ഓക്കെ, ഈ കോൾ മീ എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ ഉള്ളിലാണ് നമ്മൾ സിങ്ക്രണൈസ്ഡ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സിങ്ക്രണൈസ്ഡ് മെത്തേഡിൻ്റെ സിൻടാക്സ് എന്താണ്, സിങ്ക്രണൈസ്ഡ് എന്ന് പറയുന്ന ഒരു കീവേഡ് ഉണ്ടായിരിക്കും, അതിനുശേഷം ഡാറ്റ ടൈപ്പ് വോയിഡ്, പിന്നെ മെത്തേഡിൻ്റെ പേര് കോൾ എന്ന് പറയുന്നത്, പിന്നെ പാരാമീറ്റർ ലിസ്റ്റ്. എന്താണ് പാരാമീറ്റർ? ജസ്റ്റ് ഒരു സ്ട്രിങ് മെസ്സേജാണ് അതിൻ്റെ പാരാമീറ്റർ. അപ്പോൾ MSG എന്ന് പറയുന്ന അതിലേക്കായിരിക്കും നമ്മൾ ഓരോരോ വാല്യൂസ്, എന്താണ് സ്ട്രിങ് ടൈപ്പുള്ള എല്ലാ കാര്യങ്ങളും പാസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ കോൾ എന്ന് പറയുന്ന ഈ മെത്തേഡിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്? ജസ്റ്റ് ഒരു പ്രിൻറ്റിംഗ് ആണ്. എന്താണ്, മെസ്സേജ് ഇങ്ങനെ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ മെസ്സേജ് ഇങ്ങനെ പ്രിൻ്റ് ആവുക. ബോക്സ് ആദ്യം എഴുതിയതിന് ശേഷം മെസ്സേജ് എന്ന് പറയുന്നത് നമ്മളെ മെസ്സേജിലേക്ക് എന്താണോ പാസ് ചെയ്യുന്നത് അത് ചെയ്യുക. എന്നിട്ട് ത്രെഡ് ഡോട്ട് സ്ലീപ്പ്, അവിടെ ഒരു സ്ലീപ്പിനെ വിളിച്ചിട്ടുണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ എന്തെങ്കിലും ട്രൈ ക്യാച്ചിനുള്ളിലാണ് എക്സെപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ക്യാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അത് കഴിഞ്ഞതിന് ശേഷം എന്താണ്, അവിടെ ഒരു ക്ലോസിങ് ബ്രാക്കറ്റ് പോലെ, അല്ലെങ്കിൽ ആ ഒരു ബോക്സ് ക്ലോസ് ചെയ്യുന്നത് പോലെ ഒരു സാധനം കൂടി ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് മാത്രമാണ്, ജസ്റ്റ് ഒരു മെസ്സേജിനെ പ്രിൻറ്റ് ചെയ്യിപ്പിക്കാമെന്ന് മാത്രമാണ് കോൾ എന്ന് പറയുന്ന സിങ്ക്രണൈസ്ഡ് മെത്തേഡ് ഇവിടെ ചെയ്യുന്നത്. അടുത്തത് ഇങ്ങനൊരു ബ്ലോക്ക് കൊടുത്തതിന് ശേഷം, ഇങ്ങനെ ഒരു സിങ്ക്രണൈസ്ഡ് മെത്തേഡ് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നത്, സാധാരണ എങ്ങനെയാണോ നമ്മൾ മെത്തേഡുകൾ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ത്രെഡ്സ് ചെയ്യുന്നത്
ചെയ്യുന്നത്. അതേപോലെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ക്ലാസ് കോളർ എന്ന് പറയുന്ന ക്ലാസ്സിൽ റണ്ണബിൾ എന്ന് പറയുന്ന ഇൻ്റർഫേസിനെ ഇംപ്ലിമെൻറ്റ്സ് ചെയ്തിട്ട് നമ്മളൊരു ത്രെഡ് ക്രിയേഷൻ, ഓക്കെ, മൾട്ടിപ്പിൾ ത്രെഡ്സിനെ ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പം ഇവിടെ എന്നിട്ട് ഈ മൾട്ടിപ്പിൾ ത്രെഡ്സിൽ ഒരു ത്രെഡിനെയാണ് നമ്മൾ സിങ്ക്രണൈസ്ഡ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റിലെത്തിയത്. ഓക്കെ, ഇനി ആ ത്രെഡിനെ എങ്ങനെ റൺ ചെയ്യാന്നുള്ളതൊക്കെയാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ സ്ട്രിങ്ങിനെ വിളിച്ചു, ഒരു മെസ്സേജിനെ വിളിച്ചു. കോൾ മീ എന്ന് പറയുന്ന സിങ്ക്രണൈസ്ഡ് മെത്തേഡ് ഉള്ള കോൾ മീ എന്ന് പറയുന്ന ആ ക്ലാസ്സിന് നമ്മൾ ഇവിടെ ഒരു ഒബ്ജക്റ്റിനെ ഉണ്ടാക്കി. ഓക്കെ, എന്താണ് കോൾ മീ എന്ന് പറയുന്നതായിരുന്നു നമ്മളുടെ ഈ ക്ലാസ്സിൻ്റെ പേര്. ഓക്കെ, കോൾ മീ എന്ന് പറയുന്നതാണ് ക്ലാസ്സിൻ്റെ പേര്. ആ ക്ലാസ്സിന് നമ്മൾ ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി. ഒബ്ജക്റ്റിൻ്റെ പേരെന്താണ്? കോൾ മീ ടാർഗറ്റ് എന്ന് പറയുന്നതാണ് ഒബ്ജക്റ്റിൻ്റെ പേര്. ഓക്കെ, പിന്നെ ത്രെഡ് എന്ന് പറയുന്ന ഓൾറെഡി നമ്മൾ റണ്ണബിൾ എന്ന് പറയുന്ന ഇൻ്റർഫേസിൽ ഉണ്ടായിരുന്ന ഒരു ക്ലാസ്. ആ ക്ലാസ്സിന് നമ്മളൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി, സ്മോൾ ലെറ്റർ ടി. ഓക്കെ, കാരണം ഇതിലൊക്കെ ആക്സസ് വേണം, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതിനൊക്കെ ഓരോരോ ഒബ്ജക്റ്റിനെ ഉണ്ടാക്കുന്നത്. എന്നിട്ട് വീണ്ടും നമ്മൾ കോളർ എന്ന് പറയുന്ന ഈ ക്ലാസ്സിന് നമ്മൾ എന്ത് ചെയ്തു, കൺസ്ട്രക്ടറിനെ ഉണ്ടാക്കി. എന്ത് കൺസ്ട്രക്ടറാണ്? പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറാണ്. എന്തൊക്കെയാണ് അവിടെ ഉള്ളത്? 2 പാരാമീറ്റേഴ്സ് ഉണ്ട്. അതായത് കോൾ മീ എന്ന് പറയുന്ന ഈ ഒബ്ജക്റ്റിനെ, കോൾ മീ എന്ന് പറയുന്ന ഓൾറെഡി സിങ്ക്രണൈസ്ഡ് മെത്തേഡ് ഉള്ള ക്ലാസ്സിന് ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി. അതാണ് കോൾ മീ TARG എന്ന് പറയുന്ന എന്ത് ഒരു ഒബ്ജക്റ്റിൻ്റെ പേര്, പിന്നെ സ്ട്രിങ് എസും. ഓക്കെ, എന്നിട്ട് ഇതെല്ലാം ഇതിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കണം. കാരണം ടാർജറ്റ് എന്ന് പറയുന്നതും TARG എന്ന് പറയുന്നതും രണ്ടും കോൾ മീയുടെ ഒബ്ജക്റ്റുകളാണ്. സ്ട്രിങ്ങിൻ്റെ മെസ്സേജ് എന്ന് പറയുന്നതായിരുന്നു നമ്മൾ ഓൾറെഡി നമ്മൾ കൊടുത്തിരിക്കുന്ന എന്താണ് നെയിം എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ SI രണ്ടും അസൈൻ ചെയ്ത് കൊടുത്തു. എന്നിട്ട് എന്താണ് ഈ ത്രെഡിൻ്റെ ബാക്കി ക്രിയേഷൻ, ഒബ്ജക്റ്റിൻ്റെ ബാക്കി ക്രിയേഷൻ ത്രെഡ് T ഈക്വൽ ടു ന്യൂ ത്രെഡ് എന്ന് പറയുന്നതാണ് നമ്മളിവിടെ ആ കൺസ്ട്രക്ടറിൻ്റെ ഉള്ളിൽ കൊടുത്തു. ഓക്കെ, T ഈക്വൽ ടു ന്യൂ ത്രെഡ്. ഇതെന്താണ് ഈ ഒബ്ജക്റ്റ് ക്രിയേഷൻ. ബാക്കി ദിസ് എന്ന് പറയുന്നത് നമ്മൾ അപ്പത്തെ ആ ഒരു ത്രെഡ് എന്താണോ ഉള്ളത് അതിനെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ ഏതാണ് ആ ത്രെഡ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പം T.start ഇങ്ങനെയല്ലേ റണ്ണബിൾ എന്ന് പറയുന്ന ഇൻ്റർഫേസിനെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് നമ്മളൊരു ത്രെഡിനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഒരു ത്രെഡിന് ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ട് ആ ഒബ്ജക്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ആക്സസ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ത്രെഡ്.start അല്ലെങ്കിൽ ത്രെഡിനെ അതിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ തന്നെ ഈ ത്രെഡിൻ്റെ എല്ലാ കാര്യങ്ങളും ഈ കോളർ എന്ന് പറയുന്ന ക്ലാസ്സിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആ മെത്തേഡിനെ വിളിച്ചാൽ മാത്രം മതി. ഇൻ ദിസ് കേസ് റണ്ണബിൾ ഇൻ്റർഫേസ് ആയത് കാരണം ഏതാണ് ക്ലാസ് എന്നും ആ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റിനെ വിളിക്കുകയും വേണം. ഓക്കെ, അപ്പോൾ T.start, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ റൺ എന്ന് പറയുന്ന ഫംഗ്ഷൻ അവിടെ എന്താവും, ഓവർ റൈഡ് ആവും. അതിനെ target.call എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഈ ടാർഗറ്റ് എന്ന് പറയുന്നത് ആരാണ്? കോൾ മീ എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ, അതായത് ഏറ്റവും മുകളിലുള്ള സിങ്ക്രണൈസ്ഡ് മെത്തേഡുള്ള കോൾ മീ എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റിൻ്റെ പേരാണ് ടാർഗറ്റ്. ഓക്കെ, അപ്പോൾ ആ ഒബ്ജക്റ്റ് .call വിളിക്കാം. ഓക്കെ, അങ്ങനെ ആവുമ്പോഴാണ് സിങ്ക്രണൈസ്ഡ് മെത്തേഡിലുള്ളത് എന്ത് ത്രെഡാണോ ആ ത്രെഡ് അവിടെ റൺ ആവും. ഓക്കെ, അങ്ങനെയല്ലേ നമ്മൾ കോൾ എന്ന് പറയുന്ന ഇത് ആവണം എന്നുണ്ടെങ്കിൽ ഇതിനൊരു കോൾ മീക്ക് ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കണം. ആ ഒബ്ജക്റ്റ് വെച്ചിട്ട് കോൾ എന്ന് പറയുന്ന, അത് സിങ്ക്രണൈസ്ഡ് മെത്തേഡ് ആണെങ്കിലും അല്ലെങ്കിലും അങ്ങനെയാണ് ഡോട്ട് വെച്ചിട്ട് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ target.call എന്ന് വിളിച്ചു. അതിൻ്റെ ബ്രാക്കറ്റിൽ ഉണ്ടായിരുന്നത് ഒരു പാരാമീറ്ററാണ്, മെസ്സേജ് എന്ന് പറയുന്ന ഒരു പാരാമീറ്ററിനെയും വിളിച്ചു. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി നമ്മൾ അതായത് കോളർ എന്ന് പറയുന്ന മെയിൻ ക്ലാസ്സിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞു. ഇനിയാണ് നമ്മൾ മെയിൻ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്ന ക്ലാസ് ഉണ്ടാക്കുന്നത്. അതിലേക്കാണ് നമ്മൾ എല്ലാത്തിൻ്റെയും ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഒബ്ജക്റ്റ് ക്ലാസ്സിൻ്റെ പേര്? സിങ്ക്രണൈസേഷൻ ചെയ്യുന്നതുകൊണ്ട് സിങ്ക് എന്ന് പറയുന്ന ഒരു ക്ലാസ്സിൻ്റെ പേര് കൊടുത്തു, മെയിൻ ഫംഗ്ഷൻ കൊടുത്തു. എന്നിട്ട് കോൾ മീ ടാർഗറ്റ് എന്ന് പറയുന്ന അതിൻ്റെ ഒബ്ജക്റ്റിനെ ഡയറക്റ്റായിട്ട് ഒന്നും കൂടി ഉണ്ടാക്കി. കോൾ മീ ടാർഗറ്റ്, കോൾ മീ എന്ന് പറയുന്ന ഫസ്റ്റ് സിങ്ക്രണൈസ്ഡ് മെത്തേഡ് ഉള്ള ക്ലാസ് ആണ്. അതിനൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി, ടാർഗറ്റ് ഈക്വൽ ടു ന്യൂ കോൾ മീ. എന്നിട്ട് കോളർ എന്ന് പറയുന്ന ക്ലാസ്സിൽ, കോളർ എന്ന് പറയുന്ന രണ്ടാമത്തെ ക്ലാസ് നമ്മൾ സിങ്ക്രണൈസ്ഡ് അല്ലാത്ത സിങ്ക്രണൈസ്ഡ് മെത്തേഡ് അല്ലാത്ത ക്ലാസ് ആണ്, അതായത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ക്ലാസ്സിൽ അതിലേക്കാണ് നമ്മളെ ത്രെഡും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ കോളറിനും നമ്മൾ എന്തുണ്ടാക്കണം, ഒബ്ജക്റ്റ് ഉണ്ടാക്കണം. അവിടെയാണ് ഒരുപാട് ഒബ്ജക്റ്റുകൾ ഉണ്ടായിരിക്കും, ഒരുപാട് ഒന്നിൽ കൂടുതൽ ത്രെഡുകൾ നമ്മൾ അവിടെ വർക്ക് ചെയ്യണം, ഒന്നിൽ കൂടുതൽ ത്രെഡ് വേണം. അപ്പോൾ ഓരോന്നിനും ഒരു 3 ത്രെഡുകളായിട്ട് നമ്മൾ അവിടെ വിളിച്ചു. അതാണ് കോളർ OB1 OB2 OB3 എന്ന് പറയുന്നത്. ഓക്കെ, അതിലേക്കൊക്കെ എന്താണ് കൊടുത്തിട്ടുള്ളത്? കോളർ എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ എന്തായിരുന്നു, കോളർ എന്ന് പറയുന്ന ക്ലാസ്സിന് ഒരു കൺസ്ട്രക്ടർ ഉണ്ടാക്കി. ആ കൺസ്ട്രക്ടറിൻ്റെ സിൻടാക്സ് എന്തായിരുന്നു? ആ കൺസ്ട്രക്ടറിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് എന്താണ്? കോൾ മീ TARG, സ്ട്രിങ് S.
കോൾ മീ TARG എന്ന് പറയുന്നത് എന്താണ്? കോൾ മീ എന്ന് പറയുന്ന സിങ്ക്രണൈസ്ഡ് മെത്തേഡ് ഉള്ള ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ആണ്. അപ്പം അതിൻ്റെ ഒബ്ജക്റ്റിൻ്റെ പേരെന്താ? ടാർഗറ്റ്. അപ്പോൾ ടാർഗറ്റിൽ എന്താണോ ഉള്ളത് അതിവിടെ ആവും, കോമ സ്ട്രിങ് എന്ന് പറയുന്ന ആ സ്ട്രിങ്ങിന് നമ്മൾ ഹെല്ലോ. അപ്പം നമ്മളങ്ങനെ 3 സ്ട്രിങ്ങുകൾ അവിടെ കൊടുത്തു. അപ്പോൾ കോളർ എന്ന് പറയുന്ന ആ ക്ലാസ്സിന്, കോളർ എന്ന് പറയുന്ന നമ്മളുടെ ഈ ക്ലാസ്സിലാണ് എന്തുള്ളത്, എങ്ങനെയാണ് എന്താണ് ഇത് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തിലേക്കാണ് നമ്മൾ ത്രെഡ് തുടങ്ങണ്ടേ. ത്രെഡിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നതെല്ലാം വരുന്നത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഇൻ്റർഫേസിലെ ത്രെഡ് എന്ന് പറയുന്ന കാര്യങ്ങൾ വിളിക്കുമ്പോഴും ഒക്കെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് വേണം? ആ കൺസ്ട്രക്ടറിൻ്റെ ഉള്ളിൽ എന്താണോ ഉള്ളത് അവിടെയാണ് T.start എന്ന് പറഞ്ഞിട്ട് ആ ത്രെഡ് തുടങ്ങുന്നത്. അങ്ങനെ മാത്രമാണെങ്കിലാണ് റൺ എന്ന് പറയുന്നത് ഓവർറൈഡ് ആയിട്ട് വരിക. അപ്പോൾ ത്രെഡിനെ തുടങ്ങണ്ടേ. അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റുകൾ ഒന്നിൽ കൂടുതൽ ത്രെഡിൻ്റെ ഫങ്ഷണാലിറ്റീസ് എല്ലാം ഉള്ളത് ഇവിടെയാണ്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മളൊരു 3 ത്രെഡിനെ വിളിച്ചു. ഓക്കെ, ഈ 3 ത്രെഡും എന്താണ്, 3 ത്രെഡ് ഓരോ ഒബ്ജക്റ്റ് ഉണ്ടാക്കി. അപ്പോൾ അതിനൊക്കെ ഹലോ സിങ്ക്രണൈസ്ഡ് വേൾഡ് എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ കോളർ എന്ന് പറയുന്ന ക്ലാസ്സിലാണ് ആ ഫങ്ഷൻസ് എല്ലാം ഉള്ളത്. ഓക്കെ, അപ്പം കോളറിനാണ് നമ്മൾ ഒബ്ജക്റ്റ് ഉണ്ടാക്കുക. അങ്ങനെ 3 ഒബ്ജക്റ്റ് ഉണ്ടാക്കുമ്പം അതിൻ്റെ ഫുള്ള് സിൻടാക്സ് പോലെ എഴുതുക. എന്നിട്ട് കോളറിൻ്റെ അതായത് നമ്മളുടെ കോളർ എന്ന് പറയുന്ന കൺസ്ട്രക്ടറിൻ്റെ സിൻടാക്സ് ഇങ്ങനെയായിരുന്നു. ഓക്കെ, അതിൻ്റെ പാരാമീറ്റേഴ്സ് ഇതായിരുന്നു. അപ്പം അത് തന്നെ ആ ഒരു ഫോളോ ചെയ്യണം, പാരാമീറ്റേഴ്സ് മാച്ച് ചെയ്തിട്ട് തന്നെ എഴുതണം. ഓക്കെ, എന്നിട്ട് ആ ത്രെഡ് കഴിയുന്നത് വരെ, എന്നിട്ട് ഈ ത്രെഡ് നമ്മൾ വെയിറ്റ് ചെയ്യണം. എന്താണ്? വെയിറ്റ് ഫോർ ത്രെഡ്സ് ടു എൻഡ്. കാരണം വെയിറ്റ് ചെയ്താലാണ് ആ ഒരു ത്രെഡ് കഴിഞ്ഞാൽ മാത്രമേ ഈ സിങ്ക്രണൈസ്ഡ് എന്ന് പറയുന്ന മെത്തേഡിനെ വേറൊരു ത്രെഡിന് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം വെയിറ്റ് ഫോർ ത്രെഡ്സ് ടു എൻഡ്. അപ്പോൾ ഓരോ ത്രെഡിനും എക്സിക്യൂഷൻ കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അത് നമ്മളൊരു ട്രൈ ക്യാഷിൻ്റെ ഉള്ളിലാണ് കൊടുത്തിട്ടുള്ളത്. ഈ OB1 എന്ന് പറയുന്ന ഫസ്റ്റത്തെ എന്താണ്, കോളർ എന്ന് പറയുന്ന ഫസ്റ്റ് ഒബ്ജക്റ്റ് .t ത്രെഡിലെ ആദ്യത്തത് .join എന്ന് പറയുന്ന മെത്തേഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അതായത് ആ ത്രെഡിനെ എൻഡ് ചെയ്യുന്നത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫംഗ്ഷനാണ് ജോയിൻ എന്ന് പറയുന്നത്. ഓക്കെ, എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. ത്രെഡിനെ ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു ത്രെഡ് ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥേനെയാണ് നമ്മൾ ജോയിൻ എന്ന് പറയുന്നത്. അപ്പം 3 എണ്ണത്തിനും ആ ഒരു വെയിറ്റിംഗ് എന്ന് പറയുന്ന ഒരു എന്ത് പറയുന്നത് സ്റ്റേറ്റിലേക്ക് എന്തായാലും എത്തേണ്ടി വരും. വെയിറ്റ് ചെയ്താൽ മാത്രമേ ഒരാൾക്ക് അറ്റ് എ ടൈം ഒരു റിസോഴ്സസിനെ മാത്രം സിങ്ക്രണൈസ്ഡ് മെത്തേഡിൽ ഉള്ള ആ ഒരു ഒറ്റ ഇതിന് മാത്രമേ അറ്റ് എ ടൈം ആക്സസ് അല്ലെങ്കിൽ അറ്റ് എ ടൈം പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാത്തിനും എന്ത് വേണം? ജോയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷനെ വിളിക്കണം. കാരണം ജോയിൻ എന്ന് പറയുന്നത് ത്രെഡ്, അതിൻ്റെ മുന്നേ ഉള്ള ത്രെഡ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക എന്നുള്ളതാണ് ജോയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്നിട്ട് ആ ട്രൈ ക്യാഷിൻ്റെ ഒരു എക്സെപ്ഷൻ കൊടുത്തു. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഔട്ട് വരുന്നത്, ഹലോ സിങ്ക്രണൈസ്ഡ് വേൾഡ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇതാണ് നമ്മളുടെ കോളർ എന്ന് പറയുന്ന ക്ലാസ്സിന് ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ആ ക്ലാസ്സിൽ ഓരോന്നും കൊടുത്തത്. കാരണം കോളർ എന്ന് പറയുന്ന ക്ലാസ്സിലാണ്, ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ക്ലാസ്സിലാണ് നമ്മൾ ത്രെഡിൻ്റെ സ്റ്റാർട്ടിങ് എല്ലാം കൊടുക്കുന്നത്. ഓക്കെ, ആ ക്ലാസ്സിൻ്റെ ഉള്ളിലായിരിക്കണം നമ്മൾ സിങ്ക്രണൈസ്ഡ് ആയിട്ടുള്ള മുകളിലെ സിങ്ക്രണൈസ്ഡ് ആയിട്ടുള്ള ഈ മെത്തേഡിനെ, കോൾ എന്ന് പറയുന്ന മെത്തേഡിനെ വിളിക്കേണ്ടത്. അപ്പോൾ മാത്രമാണ് ഇത് വർക്കാവുക. ഓക്കെ, ഇതാണ് നമ്മളുടെ സിങ്ക്രണൈസ്ഡ് എന്ന് പറയുന്ന അല്ലെങ്കിൽ മോണിറ്റർ കിട്ടിയിട്ടുള്ള ഒരു മെത്തേഡ്. ഒരു സമയം നമ്മൾ വിളിക്കുമ്പം ഇതാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഈ മെസ്സേജ് എന്ന് പറയുന്നിടത്ത് എന്താണ് ഉള്ളത്, അപ്പം അതാണ് അവിടെ പ്രിൻ്റ് ആവുക. ഫസ്റ്റ് ഹലോ എന്ന് പറയുന്നത് പ്രിൻ്റ് ആയിട്ടുണ്ടാവും. എന്നിട്ട് അടുത്ത ജോയിൻ എന്ന് പറയുന്നത് വിളിക്കുമ്പം അത് അവിടെ, അതായത് രണ്ടാമത്തെ ത്രെഡ് എന്ന് പറയുന്നത് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ മൂന്നാമത്തെ ത്രെഡ് എന്ന് പറയുന്നത് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കാനാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ ജോയിൻ എന്ന് പറയുന്ന ഓരോ ഒബ്ജക്റ്റിൻ്റെയും ഓരോ മെത്തേഡും അല്ലെങ്കിൽ ഓരോ ത്രെഡുകളും വെയിറ്റ് ചെയ്യണം എന്ന് പറയുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ജോയിൻ കൊടുത്തിട്ടുള്ളത്. കാരണം വെയിറ്റ് ചെയ്താൽ മാത്രമേ അടുത്തതിനെ എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. ഒരാൾ എന്തായാലും വെയിറ്റ് ചെയ്യേണ്ടി വരും. അറ്റ് എ ടൈം നമുക്ക് ഒരു റിസോഴ്സസിനെ അറ്റ് എ ടൈം ഒരു ത്രെഡിനെ മാത്രമാണ് ആക്സസ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ഉള്ളൂ. ഓക്കെ.